അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു. കേജ്രിവാളിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ BJP ഭരണകൂടവും EDയും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള നമ്മുടെ പ്രതീക്ഷയെ കൂടുതൽ കരുത്തേകുന്ന ഒന്നാണ് കോടതിയുടെ ഈ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ ഇന്ത്യയിലെ ഒരു ദേശീയ പ്രസ്ഥാനമായ AAP ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക എന്നുള്ളത് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു നേതാവാണ് കെജ്രിവാൾ. ആശയത്തിലൂടെയോ രാഷ്ട്രീയപരമായിട്ടോ ഇത്തരത്തിലുള്ള ഈ ഇന്ത്യ മുന്നണിയെ പ്രതിരോധിക്കാൻ BJPക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ അറസ്റ്റിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. AAPക്ക് സ്വാധീനമുള്ള ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ BJP ഭരണകൂടം അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ BJP വലിയ രീതിയിൽ വിജയം നേടിയിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്തായിട്ട് ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ആം ആദ്മി പാർട്ടി വലിയ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിൽ തീർച്ചയായിട്ടും BJPക്ക് കനത്ത വെല്ലുവിളി അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് BJPക്ക് അറിയാം, നരേന്ദ്രമോദി സർക്കാരിനറിയാം. അത്തരത്തിലുള്ള വെല്ലുവിളി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാർട്ടിയായ ആം ആദ്മിയുടെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടി തന്നെ അവിടെ വലിയ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നതുകൊണ്ട് തീർച്ചയായിട്ടും BJPക്ക് അവിടെ കനത്ത പരാജയമുണ്ടാകുമെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ അല്ലാതെ BJPക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെയൊക്കെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, വലിയ രീതിയിൽ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടത്ര സംഘടനാ സംവിധാനങ്ങളില്ലാത്ത, കേഡർഷിപ്പ് സ്വഭാവം അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി അടുത്ത കാലത്തായിട്ട് അസാധ്യമായ വളർച്ച നേടിയപ്പോൾ ആ പാർട്ടിയെ തകർക്കാൻ ആ പാർട്ടിയുടെ ഈ സമുന്നതനായ നേതാവിനെ ജയിലിലടക്കുക എന്നുള്ള ഒരു മാർഗമാണ് BJP കണ്ടെത്തിയത്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അവരെ ജയിലിലടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടി തകർന്ന് തരിപ്പണമായി പോകും. ഈ പാർട്ടി അധികാരത്തിൽ വരാൻ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളൊക്കെ നിഷ്പ്രയാസം BJPക്ക് പിടിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് BJP ഭരണകൂടം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി ആയിരിക്കെ ഒരു നേതാവിനെ ഒരു കേന്ദ്ര ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്നുള്ളത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ BJPക്ക് കടുത്ത തലവേദന സൃഷ്ടിക്കാൻ കഴിയുന്ന ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, വളരെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്നും തടഞ്ഞു നിർത്തുക, ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്നും അവരുടെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ BJP അവർക്കുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റോടു കൂടി അവരുദ്ദേശിച്ച കാര്യങ്ങളല്ല നടന്നിട്ടുള്ളത്. വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റോടു കൂടി അവർ നേരിട്ടത്. വടികൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ല. ഇതുപോലെയുള്ള ഒരു സംഗതിയാണ് BJPക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടു കൂടി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്ന ഇന്ത്യ മുന്നണി സഖ്യം അഭേദ്യമായ അസാധാരണമായ ഒരു ഐക്യം രൂപപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇത് തീർച്ചയായിട്ടും BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. ഈ ഐക്യം, ഈ ഇന്ത്യ മുന്നണിയുടെ ഈ അസാധാരണമായ ഈ ഐക്യം BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മുമ്പ് വിമർശിച്ചിരുന്നവർ പോലും, മുമ്പ് എതിർത്തിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ അനുകൂലിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. കെജ്രിവാളിനോടുള്ള ജനസമ്മതി വർദ്ധിക്കാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, BJP ലക്ഷ്യം വെച്ചിരുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലുണ്ടായിരുന്ന കെജ്രിവാൾ തൻ്റെ സ്ഥാനം രാജിവെക്കുമെന്ന് BJP ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിബുദ്ധിമാനായ കെജ്രിവാൾ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ താൻ അപ്രസക്തനാവും, തന്നെ ശ്രദ്ധിക്കാനോ തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഇവിടുത്തെ ഒരു മീഡിയയും ഉണ്ടാവില്ല, തൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഇവിടുത്തെ ഒരു മീഡിയയും ഉണ്ടാവില്ല എന്ന് നന്നായി അറിയാവുന്ന കെജ്രിവാൾ
ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, മീഡിയയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പദം രാജിവെച്ചതേയില്ല. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ കാര്യമായും ചർച്ച ചെയ്തിരുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയായിരുന്നു, കെജ്രിവാളിന്റെ ജയിൽവാസം തന്നെയായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മികച്ച സംഘടനാ സംവിധാനങ്ങളില്ലാത്ത ഈ പാർട്ടി തകർന്നു പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? കെജ്രിവാളിന്റെ ഭാര്യ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുകയും അതുവഴി ഈ AAP പാർട്ടിക്ക് വലിയ ജനപിന്തുണ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിലൂടെ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ BJP വിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് BJP നന്നായി പേടിക്കുന്നുണ്ട്. അതിനിടെയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതും ഒരു അസാധാരണമായ സംഭവം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി മാത്രം ജാമ്യം അനുവദിക്കുക എന്നുള്ളത് മുമ്പെങ്ങും കാണാത്ത ഒരു ചരിത്ര സംഭവമാണ്. അതിന് കോടതി പറയുന്ന കാരണം, കഴിഞ്ഞ 1.5 വർഷം ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അതുവരെ ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഇന്ത്യയുടെ തലസ്ഥാനമടക്കമുള്ള 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു വലിയ ദേശീയ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രചാരകനായ ഒരു രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ശേഷം അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള BJPയുടെ ഗൂഢതന്ത്രം തിരിച്ചറിഞ്ഞ കോടതി ഒരു ജനാധിപത്യത്തിന് മുറിവേൽക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിനെ അവിടുത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് അനുമതി കൊടുത്തുകൊണ്ട് ജാമ്യം അനുവദിച്ചത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായ ഒരു കാര്യം തന്നെയാണ്. കാരണം ജനാധിപത്യ ഇന്ത്യയെ തകർക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങളും നീക്കങ്ങളും ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ നമുക്കൊക്കെയും പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ കെജ്രിവാൾ പൂർവാധികം ശക്തിയോടെയാണ് രംഗത്തിറങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കെജ്രിവാളിന്റെ വാക്കുകൾ, കെജ്രിവാളിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ നമ്മളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. എന്നാൽ പൂർവാധികം ശക്തിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രംഗത്തിറങ്ങാൻ പോകുന്ന കെജ്രിവാളിനെ BJP സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ കെജ്രിവാളിന്റെ ജാമ്യം. AAPക്ക് കൂടുതൽ ശക്തിയുള്ള ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്ക് വലിയ വിജയം സമ്മാനിക്കുന്നതിൽ, BJPക്ക് കനത്ത പരാജയം സമ്മാനിക്കുന്നതിൽ ഈ കെജ്രിവാളിന്റെ ജാമ്യം വലിയ വഴിത്തിരിവാകുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മവിശ്വാസമുള്ള പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ 7 സീറ്റിൽ നിന്ന് 7ഉം BJPയാണ് തൂത്തുവാരിയത്. പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ വിജയം നേടുകയും ഡൽഹി ഭരിക്കുകയും ചെയ്തു. പക്ഷേ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ 2 or 3 സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്രയും 3 സീറ്റ് പോലും നേടാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം 2019 10ൽ 10 സീറ്റും നേടിയത് BJP തന്നെയാണ്. പക്ഷേ അതിനുശേഷം അവിടെ ആം ആദ്മി പാർട്ടി വലിയ ശക്തി ആർജിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ പകുതി സീറ്റ് പോലും നേടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ BJPക്ക് ആശങ്കയുണ്ട്. ഹരിയാനയിൽ, പഞ്ചാബിൽ 13ൽ 4 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം NDA സഖ്യം നേടിയിട്ടുണ്ട്. എന്നാൽ പഞ്ചാബിൽ ഇപ്പോൾ വലിയ BJP വിരുദ്ധ തരംഗമുണ്ട്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന് കർഷക സമരം, മറ്റൊന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അന്യായമായ അറസ്റ്റ്. ഈ 2 സംഭവങ്ങൾ BJP വിരുദ്ധ തരംഗം അവിടെ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നേടിയ 4 സീറ്റ് ഒരിക്കലും പഞ്ചാബിൽ നേടാൻ കഴിയില്ല എന്ന് BJPക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥയെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരിക്കലും അതൊക്കെ ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങൾ നാം നിരീക്ഷിക്കുകയാണെങ്കിൽ BJPക്ക് ഈ ഇലക്ഷനിൽ കടുത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഗ്നിവീറും, പുൽവാമ ആക്രമണവും, ഇലക്ട്രൽ ബോണ്ടും, കർഷക സമരവും, വിലക്കയറ്റവും,
തൊഴിലില്ലായ്മയും ഗുജറാത്ത്, UP, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ജാതീയ പ്രശ്നങ്ങളും രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും മണിപ്പൂരും പ്രതിപക്ഷ നേതാക്കളെ നിരന്തരമായിട്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും അവരെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതും കള്ളക്കേസുകളിൽ കുടുക്കുന്നതുമെല്ലാം രാജ്യവ്യാപകമായി നടക്കുന്ന വർഗീയ ആക്രമണങ്ങളും നരേന്ദ്രമോദിയുടെ അടക്കമുള്ള BJP നേതാക്കളുടെ വർഗീയ പ്രസ്താവനകളും കർണാടകയിലുണ്ടായ പ്രജുൽ ദേവണ്ണയുടെ പീഡന കേസുകളും അതുപോലെ തന്നെ ബ്രിജ് ഭൂഷണും അങ്ങനെ തുടങ്ങി BJPക്ക് തിരിച്ചടിയാവുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഈ പ്രശ്നങ്ങളിലെല്ലാം പെട്ടുകൊണ്ട് എങ്ങനെ ഇലക്ഷൻ പ്രചാരണം നടത്തുമെന്ന കൃത്യമായ അജണ്ടയില്ലാതെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന BJP നേതാക്കളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും വർഗീയമായി ജനങ്ങളെ ചേരിതിരിച്ചുകൊണ്ട് ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റിക്കൊണ്ട് വർഗീയമായ പ്രസ്താവനകളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് BJP വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നരേന്ദ്രമോദി പോലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന നരേന്ദ്രമോദി പോലും ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വർഗീയ വിഷം ചീറ്റുന്ന സംഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏറ്റവും തരം താഴ്ന്ന രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന BJP തോൽവി ഭയന്ന് പരാജയം മണത്തതിൻ്റെ പേരിലാണെന്ന് ഏത് ബുദ്ധിയില്ലാത്തവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഏതായാലും ജൂൺ 4 വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നമുക്ക് കാത്തിരിക്കാം നല്ല ഒരു റിസൾട്ടിന് വേണ്ടി. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.